വയനാടിന് കേന്ദ്ര സഹായം ആവശ്യപ്പെട്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് നിവേദനം നൽകി കേരളത്തിൽ നിന്നുള്ള എംപിമാർ അതീവ തീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന എംപിമാർ ആവശ്യപ്പെട്ടു. 2221 കോടി രൂപയുടെ പാക്കേജ് വേണമെന്ന ആവശ്യമാണ് ഉന്നയിച്ചത്. ഇക്കാര്യങ്ങളെല്ലാം തന്നെ കേന്ദ്രത്തിന്റെ പരിഗണനയിലാണെന്ന് അമിത്ഷാ അറിയിച്ചു. വിശദാംശങ്ങളുമായി സിബി ജോസഫ് ദില്ലിയിൽ നിന്ന് ചേരുന്നു. സിബി, കാലങ്ങളായിട്ടുള്ള സംസ്ഥാനത്തിന്റെ ആവശ്യമാണ് വയനാട് ചൂരൽമലയിൽ ഉണ്ടായ ദുരന്തം അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നും അതിന് അർഹതപ്പെട്ട അനുഭാവപൂർണമായ ഒരു സഹായം, കേന്ദ്ര സഹായം, ധനസഹായമായി തന്നെ കേരളത്തിന് ലഭിക്കണമെന്നും സർക്കാർ നിവേദനം അറിയിച്ചിരുന്നു. വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളൊക്കെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഡിവൈഎഫ്ഐ വയനാട്ടിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. നാളെ രാജ്ഭവൻ മാർച്ച് നടത്താൻ പോവുകയാണ് LDF ഈ കാര്യങ്ങളെല്ലാം ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെ. പക്ഷേ ഈ ഒരു സമയം വരെയും കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് അനുഭാവപൂർണമായ ഒരു സമീപനം ഇതുവരെയും ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ ദിവസം തോമസ് മാഷ് പറഞ്ഞിരുന്നു ഇതിൽ അനുഭാവപൂർണമായ ഒരു തീരുമാനം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുണ്ടാകും. ധനമന്ത്രിയുമായി അത് സംസാരിച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിൽ ഒരു ഉറപ്പാണോ അമിത്ഷാ നൽകുന്നത്? കേരളം കേന്ദ്രത്തോട് ഉന്നയിച്ച ഈ എല്ലാ ആവശ്യങ്ങളും അനുഭാവപൂർണമായി തന്നെ അത് നടത്തിത്തരാമെന്ന ഒരു ഉറപ്പാണോ അമിത്ഷാ എംപിമാരെ അറിയിച്ചത്? വിനിഷ, ഇതിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഒരു ഉറപ്പ് നൽകിയെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കേരള എംപിമാർ ഇന്നിപ്പോൾ LDFിൻ്റെയും UDFിൻ്റെയും കേരള എംപിമാർ സംയുക്തമായി ഒരു നിവേദനം വീണ്ടും നൽകുകയാണ് കേന്ദ്ര സർക്കാരിന് മുന്നിൽ. നേരത്തെ ഈ പാർലമെൻറ്റിൻ്റെ ശീതകാല സമ്മേളനത്തിന് മുന്നോടിയായി മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിലെ എല്ലാ എംപിമാരെയും വിളിച്ചു ചേർക്കുകയും രാഷ്ട്രീയ ഭേദമന്യേ ഈ വയനാടിന് വേണ്ടി കൈകോർക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തിരുന്നു. ഇത് പ്രകാരം സംസ്ഥാന സർക്കാർ നേരത്തെ നൽകിയ നിവേദനമാണ് ഇപ്പോൾ ഈ കേരളത്തിലെ എംപിമാർ ഒരുമിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് ഇന്ന് വൈകിട്ട് 4 മണിക്ക് ശേഷം അദ്ദേഹത്തെ നേരിൽ കണ്ട് സന്ദർശിക്കുകയും പിന്നീട് അദ്ദേഹത്തിന് ഈ ഒരു നിവേദനം നൽകുകയും ചെയ്തത്. ഇതിൽ പ്രധാനമായും ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ വയനാട് ദുരന്തത്തെ ഒരു അതിതീവ്ര വിഭാഗത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രത്യേകമായി കൂടുതൽ ധനസഹായം നൽകണമെന്ന് ആവശ്യപ്പെട്ടു. ഏകദേശം 2221 കോടിയുടെ പാക്കേജെങ്കിലും അനുവദിക്കണമെന്നൊരു ആവശ്യമാണ് ഇവർ നിവേദനത്തിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒന്ന്, ഇതിനെ ഒരു തീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കണം. മറ്റൊന്ന് 2221 കോടിയുടെ പാക്കേജെങ്കിലും പ്രഖ്യാപിക്കണം. ഇതെല്ലാം തന്നെയും പരിഗണനയിലാണ് എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ അമിത്ഷാ അറിയിച്ചിരിക്കുന്നത്. മാത്രമല്ല നാളെ ഈ കാര്യത്തിലൊരു തീരുമാനം അറിയിക്കാമെന്നും അമിത്ഷാ ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. അതൊരു പോസിറ്റീവായ കാര്യമാണ്. നാളെ എന്തായാലും വയനാടിന് കേന്ദ്ര സഹായം ലഭിക്കുമോ അല്ലെങ്കിൽ എത്ര രൂപയുടെ പാക്കേജ് അടക്കമെല്ലാം തന്നെയും സംസ്ഥാനം ആവശ്യപ്പെടുന്ന രീതിയിൽ കേന്ദ്രം അംഗീകരിക്കുമെന്നെല്ലാം തന്നെയും നമുക്ക് നാളെ വരെ കാത്തിരിക്കാം. എന്തായാലും കഴിഞ്ഞ കുറേ നാളുകളായി കേരളം പലതവണ പാർലമെന്റിനകത്തും പുറത്തുമെല്ലാം തന്നെയും ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല ധനമന്ത്രി KN ബാലഗോപാൽ അടക്കമെല്ലാം തന്നെയും നിരവധി തവണ ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് കേന്ദ്രത്തിന് അല്ലെങ്കിൽ ഈ വയനാട് സംഭവത്തിൽ പ്രത്യേകമായ ഒരു പാക്കേജ് അനുവദിക്കുമെന്നുള്ളത്. എന്തായാലും ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ കഴിയില്ല എന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. കാരണം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനുള്ള നയം അല്ലെങ്കിൽ അത്തരത്തിലൊരു നിയമമില്ല എന്നുള്ളൊരു കാര്യമാണ് ചൂണ്ടിക്കാട്ടുന്നത്. പക്ഷേ ഇപ്പോഴും കേന്ദ്രം ആവർത്തിക്കുന്നത് ഈ ദുരന്ത നിവാരണ ഫണ്ടിൽ കേരളത്തിൽ ഇപ്പോഴും ഫണ്ട് ബാക്കിയുണ്ട്. ഏകദേശം 780 കോടിയോളം ഫണ്ട് ബാക്കിയുണ്ട് എന്നുള്ള ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറുന്ന ഒരു സ്ഥിതി കൂടിയുണ്ട്. എന്തായാലും ഇത്തവണ ഈ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ നേരിൽ കാണുകയും വീണ്ടും കേരള എംപിമാർ നിവേദനം നൽകിയിരിക്കുകയാണ്. ആ നിവേദനത്തിലാണ് നാളെ ഈ കാര്യത്തിൽ തീരുമാനം അറിയിക്കാമെന്ന് ഇപ്പോൾ അമിത്ഷാ കേരളത്തിലെ എംപിമാർ, LDF എംപിമാർ അടക്കമുള്ള എല്ലാ എംപിമാരുടെയും ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. വിനീത. ശരി, സിബി ജോസഫാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. വയനാട് ദുരന്തം ചൂരൽമലയിലും മുണ്ടക്കയിലുമുണ്ടായ ഉരുൾപൊട്ടൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന്, അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നാണ് കേരളത്തിൽ നിന്നുള്ള എംപിമാർ ആവശ്യപ്പെട്ടത്. ഇത് കേന്ദ്രത്തിന്റെ പരിഗണനയിലാണ്. 2221 കോടി രൂപ ധനസഹായം നൽകണമെന്നാണ് എംപിമാരുടെ ആവശ്യം. ഈ ആവശ്യം കേന്ദ്രത്തിന്റെ പരിഗണനയിലാണ്. ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം നാളെ പാർലമെന്റിൽ അറിയിക്കാമെന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അറിയിച്ചത്. വിശദാംശങ്ങളാണ് സിബി ജോസഫ് പങ്കുവച്ചത്.